കട്ടപ്പനയിലെ ഒരു വാഹനത്തിനെതിരെ ഒരു അതിക്രമം നടന്നിട്ടുണ്ട്. അതിക്രമം നടത്തിയത് ഇതൊരു ഇതര സംസ്ഥാന തൊഴിലാളിയാണ്. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ ഗ്ലാസുകൾ ഒരു ഇതര സംസ്ഥാന തൊഴിലാളി തകർക്കുന്നതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അടിച്ചങ്ങ് പൊട്ടിച്ച്. എത്ര രൂപ പോയി? ആർക്ക് പോയി? ആ ഉടമയ്ക്ക് പോയി. ഒരു 15,000 രൂപ ഒറ്റയടിക്ക് തീർന്നു. വ്യാപാരിയായ കട്ടപ്പന സ്വദേശി സോജന്റെ വാഹനമാണ് തകർത്തിരിക്കുന്നത്. സ്വിഫ്റ്റ് ഡിസയർ കാറാണെന്ന് തോന്നുന്നു. ആ കാറ് അടിച്ച് തകർക്കുക മാത്രമല്ല, അതിന്റെ സൈഡിലെ റിയർ വ്യൂ ഒരു വലിയ കല്ലെടുത്തേ ഒരൊറ്റ എറി നോക്കി, കല്ലെടുത്തത് പൊട്ടിച്ചടഞ്ഞിരിക്കുന്നു. യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് സൈഡ് അരികിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു വാഹനത്തിന്റെ ചില്ലടിച്ച് തകർത്തത്. പുള്ളി ഇത് വേറെ ഏതോ സ്ഥലത്തെത്തി എന്ന് കരുതി ഒരുപക്ഷെ എന്തോ കഴിച്ചതിന്റെ ഒരു ലഹരിയിലായിരിക്കണം ഇത് ചെയ്തിട്ടുണ്ടാവുക. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു. നമ്മൾ ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. രാഹുൽ സുരേഷ്, ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്. വളരെ സമാധാനത്തോടു കൂടി വളരെ വൃത്തിയായിട്ട് റോഡിന്റെ സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു കാർ. ആ കാറ്, ആ സോജൻ എന്ന് പറയുന്ന ഒരു വ്യവസായിയുടെ കാറാണ്, സ്വിഫ്റ്റ് ഡിസയർ കാറാണ്. ആ കാറാണ് ഒരു ചെറുപ്പക്കാരൻ വന്ന് വലിയ കല്ലുകൊണ്ട് അതിൻ്റെ ഗ്ലാസ് ഡോറൊക്കെ ഇടിച്ച് തകർക്കുന്നു. ഇതെന്താ സംഭവിച്ചിരിക്കുന്നത്? ഇയാളെ എന്താണ് പ്രകോപിപ്പിച്ചിരിക്കുന്നത്? മദ്യലഹരിയിലോ വലിയ കഞ്ചാവിൻ്റെ ലഹരിയിലോ മറ്റോ ആയിരുന്നോ ഇയാൾ? രാഹുൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും നഗരസഭാ ഓഫീസിലേക്ക് പോകുന്ന വഴിക്കായിരുന്നു വ്യവസായിയായിട്ടുള്ള സോജൻ ഈ വാഹനം പാർക്ക് ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ കടയുടെ മുന്നിൽ തന്നെയായിരുന്നു ഈ വാഹനം പാർക്ക് ചെയ്തിരുന്നത്. അതിനിടയിലാണ് ഒരു ഇതര സംസ്ഥാന തൊഴിലാളി അതിലൂടെ എത്തുകയും ഈ വാഹനം കല്ലുകൊണ്ട് ഇടിച്ച് തകർക്കുകയും ചെയ്തത്. ആദ്യം ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ അദ്ദേഹം ആ വാഹനത്തിന് ചുറ്റും നടന്നു നോക്കുന്നുണ്ട്. അതിനുശേഷമാണ് അവിടെ ഉണ്ടായിരുന്ന ആ കല്ലെടുത്ത ശേഷം മുൻ ഭാഗത്തെ ചില്ലിടിച്ച് തകർക്കുന്നത്. അതിന് പിന്നാലെ സൈഡിലെയും ചില്ല് ഇടിച്ച് തകർക്കുകയായിരുന്നു. ഈ ശബ്ദം കേട്ടാണ് ഈ പ്രദേശത്തുണ്ടായിരുന്ന നാട്ടുകാർ അവിടേക്ക് എത്തുന്നത്. അതിനുശേഷം ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ആ ആളുകൾ തന്നെ തടഞ്ഞു വെക്കുകയും ചെയ്തു. പിന്നാലെ കട്ടപ്പന പോലീസിന് വിവരം അറിയിച്ചു. കട്ടപ്പന പോലീസ് എത്തിയാണ് യുവാവിനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തത്. എന്നാൽ ഈ സോജന് പരാതിയില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ പറഞ്ഞയക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് പ്രകോപന കാരണം എന്നതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ചെറിയൊരു സംശയം പോലീസ് പറയുന്നു. ഇദ്ദേഹത്തിന് ചെറിയൊരു മാനസിക അസ്വാസ്ഥ്യം ഉള്ളതായി സംശയം പറയുന്നുണ്ട്. പക്ഷേ ഇത് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നില്ല. പക്ഷേ സോജന് വലിയ നഷ്ടം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ വാഹനത്തിന്റെ മുൻഭാഗത്തെയും സൈഡിലെയും കണ്ണാടികളാണ് ഇടിച്ചു തകർക്കുകയും ചെയ്തിരിക്കുന്നത്. അരുൺ, ഓക്കെ, വല്ലാതെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. ഒരാൾ ഇങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? വണ്ടിയൊക്കെ ഇങ്ങനെ സുരക്ഷിതമായിട്ട് നമ്മൾ റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് പോവുക. ഇതേപോലുള്ള ചില സാമൂഹ്യ ദ്രോഹികൾ വന്നിട്ടേ, ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയാണ്, അയാൾ വരുന്നു, കാറിൻ്റെ ഡോറ് ഒരു വലിയ കല്ലെടുത്ത് ഇടിച്ചു പൊട്ടിക്കുന്നു. എന്ത് സുരക്ഷയാണോ ഉള്ളത് എന്നുള്ളതാണ്. എന്നിട്ട് അയാളവിടെ ചാരി ഇങ്ങനെ നിൽക്കുന്നതും ഒക്കെ നമുക്ക് കാണാം, എടുത്തു വെച്ചതുപോലെ. എന്തോ സംഭവിച്ചു.